പുതിയ AKG സെന്റർ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കമൊക്കെ ഉണ്ടായിരുന്നല്ലോ. AKG സെന്ററിനായി 32 സെന്റ് ഭൂമി വാങ്ങിയത് നിയമപ്രകാരം തന്നെയാണ് എന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ. വാങ്ങിയ ഭൂമിയിൽ 30 കോടി ചെലവഴിച്ച് 9 നില കെട്ടിടം പണിതു. വാങ്ങുമ്പോൾ ഭൂമി സംബന്ധിച്ച കേസുകൾ ഇല്ലായിരുന്നുവെന്നും MV ഗോവിന്ദൻ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തു. B ബാലഗോപാലാണ് വിവരങ്ങളുമായി ചേർന്നത്. ബാലു, ഗുഡ് മോർണിംഗ്. ഇതൊരു തർക്കം അത് സുപ്രീം കോടതിയിലുണ്ട്, നടപടികളൊക്കെ പോവുകയാണ്. എന്താണ് ഈ വിഷയത്തിൽ പാർട്ടി സെക്രട്ടറി കോടതിയെ അറിയിച്ചിരിക്കുന്നത്? പൂജ, ഗുഡ് മോർണിംഗ്. ഈ CPM-ന്റെ പുതിയ സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനമായ പുതിയ AKG സെന്റർ സംബന്ധിച്ചുള്ള ഭൂമി കേസിലാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഈ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ തർക്കത്തിൽ കിടന്നിരുന്ന ഭൂമിയാണ് ഈ CPM വാങ്ങിയതെന്നായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരുന്ന ISROയിലെ ശാസ്ത്രജ്ഞയായ ഇന്ദു ചൂണ്ടിക്കാണിച്ചിരുന്നത്. കാരണം ഭൂമി തങ്ങൾ വാങ്ങിയ ഭൂമിയായിരുന്നു. ആ ഭൂമി തങ്ങളുടെ അറിവില്ല കോടതി ലേലം ചെയ്തപ്പോഴാണ് CPM ആ ഭൂമി വാങ്ങിയതെന്നായിരുന്നു ഈ കേസിൽ വ്യക്തമാക്കിയിരുന്നത്. തുടർന്ന് ഈ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം സുപ്രീം കോടതി ആരാഞ്ഞിരുന്നു. അതിനാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ MV ഗോവിന്ദൻ 51 പേജ് ദൈർഘ്യമുള്ള ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതിലാണ് ഈ ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ CPM-ന്റെ നിലപാട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരിക്കുന്നത്. 2021 ഈ ഭൂമി CPM വാങ്ങുമ്പോൾ ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഒരു കേസും നിലവിലുണ്ടായിരുന്നില്ല. 32 സെന്റാണ് കോടതി ലേല പ്രകാരം തങ്ങൾ വാങ്ങിയതെന്നും അതിൽ 9 നില കെട്ടിടം പണിതുവെന്നും അതിന് 30 കോടി രൂപയോളം ചെലവഴിച്ചുവെന്നുമാണ് MV ഗോവിന്ദൻ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ ഭൂമിയുടെ ഉടമസ്ഥരെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്ന ഇന്ദുവിനെ സംബന്ധിച്ചും ചില പരാമർശങ്ങൾ അതിലുണ്ട്. ഈ ഭൂമിയുടെ യഥാർത്ഥ ഉടമ താനാണെന്ന പ്രതീതി സൃഷ്ടിക്കുവാൻ വേണ്ടി ഇന്ദു ശ്രമിക്കുന്നു എന്നാണ് അതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. 1999 ഇന്ദുവും മുത്തച്ഛനും ചേർന്ന് ഈ 32 സെന്റ് ഭൂമി വാങ്ങിയതെന്നാണ് ഇന്ദു സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരുന്ന ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പശ്ചാത്തലവും MV ഗോവിന്ദൻ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഈ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ഈ ഭൂമിയുടെ യഥാർത്ഥ ഉടമസ്ഥർ പോത്തൻ കുടുംബാംഗങ്ങളായിരുന്നു. അവർ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പ എടുത്തിരുന്നു. ആ വായ്പ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് അത് ജപ്തിയിലിരുന്ന സമയത്തായിരുന്നു ഈ സ്ഥാപനം അറിയാതെ ഈ ഭൂമി വാങ്ങുന്നത്, അതുമായി ബന്ധപ്പെട്ട നടപടി നടക്കുന്നത്. ആ സമയത്ത് ഇന്ദുവിൻ്റെ മുത്തച്ഛനും ഒരു കാൽക്കുലേറ്റഡ് റിസ്ക്, അതായത് ഇതിൽ നിന്ന് വലിയ ലാഭം ഉണ്ടാകുമെന്ന് കരുതി ഒരു കാൽക്കുലേറ്റഡ് റിസ്ക്കാണ് എടുത്തതെന്നും MV ഗോവിന്ദൻ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും CPM 2021 ഈ ഭൂമി വാങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കേസുകൾ നിലവിലില്ലായിരുന്നു. തങ്ങൾ ഭൂമി വാങ്ങുന്നത് നിയമപരവും സാധുവുമാണ് എന്നാണ് ഇതിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ജസ്റ്റിസ് അരവിന്ദ് കുമാറിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് CPM-നോട് ഇതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചിരുന്നത്. സത്യവാങ്മൂലം പരിഗണിച്ചതിന് ശേഷം ഈ ഭൂമി സംബന്ധിച്ചുള്ള കേസിൽ സുപ്രീം കോടതി അവരുടെ നിലപാടെടുക്കുന്നതായിരിക്കും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വാങ്ങിയ ഭൂമിയിൽ 9 നില കെട്ടിടം പണിതുവെന്നും അതിന് ഏതാണ്ട് 30 കോടിയോളം ചെലവഴിച്ചുവെന്നും MV ഗോവിന്ദൻ സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഭൂമിയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കരുതെന്നും ഇന്ദുവിന്റെ ഹർജി തള്ളണമെന്നുമാണ് ഈ സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ഈ ഹർജി കൊടുത്ത ഇന്ദു അവർ പല കാര്യങ്ങളും ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് ശരിക്കും ഇതിൽ നടന്നത്, എങ്ങനെയാണ് തങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ടെക്നിക്കലി കൃത്യമായിട്ട് വിശദീകരിച്ചുകൊണ്ട് തങ്ങളുടെ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യാനുള്ള നീക്കം അത് കൃത്യമായിട്ടും CPM ഈ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലേ ബാലു? പൂജ, തീർച്ചയായും. കാരണം ഈ കേസിൽ ഏതാണ്ട് 28ഓളം കക്ഷികളുണ്ട് എങ്കിലും CPM സംസ്ഥാന സെക്രട്ടറിയോട് മാത്രമാണ് സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം തേടിയിരുന്നത്. ആ നോട്ടീസിനാണ് ഇപ്പോൾ MV ഗോവിന്ദൻ സുപ്രീം കോടതിയിൽ ഈ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത്. അതിലാണ് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായിരുന്ന നിയമ നടപടികളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത്. കാരണം നേരത്തെ 2021 CPM ഈ ഭൂമി വാങ്ങുമ്പോൾ അക്കാലത്ത് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഈ കോടിയേരി ബാലകൃഷ്ണന് താനൊരു കത്ത് നൽകിയിരുന്നുവെന്നും, കാരണം ഇത് തർക്കത്തിൽ കിടക്കുന്ന ഭൂമിയാണെന്ന്, അതുകൊണ്ട് വാങ്ങിയാൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ CPM-ന് നേരിടേണ്ടി വരുമെന്നൊക്കെ വിശദീകരിച്ചിരുന്നു എന്നൊക്കെയാണ് സുപ്രീം കോടതിയിൽ നേരത്തെ നൽകിയിരുന്ന ഈ ഹർജിയിൽ ഈ ഇന്ദു ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതിൻ്റെ വിശദീകരണം എന്ന നിലയിലാണ് MV ഗോവിന്ദൻ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള കേസുകളും നിലവിലില്ലായിരുന്നു, തങ്ങൾ വാങ്ങുമ്പോൾ യാതൊരു തരത്തിലുള്ള കേസുകളും നിലവിലില്ലായിരുന്നു, കോടതി ലേലത്തിലൂടെയാണ് ഈ ഭൂമി തങ്ങൾക്ക് ലഭ്യമാകുന്നത്, അത് നിയമപരമായ ഒരു വ്യവഹാരമായിരുന്നു നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യവഹാരം ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ
സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത്. പുതിയ AKG സെന്റർ ഭൂമിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തർക്കങ്ങൾ അത് സുപ്രീം കോടതിയിൽ വരെ എത്തിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. ഇതിലാണിപ്പോൾ കോടതിയിൽ കാര്യങ്ങൾ വിശദമാക്കിയിരിക്കുന്നത് സത്യവാങ്മൂലത്തിലൂടെ പാർട്ടി സെക്രട്ടറി. അതിനെക്കുറിച്ചാണ് ബി ബാലഗോപാൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞത്.